നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫുമായി PV അൻവർ സഹകരിക്കുമോ ഇല്ലയോ എന്നതിൽ ഇന്ന് തീരുമാനം എന്തായാലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അസോസിയേറ്റ് അംഗമാക്കാമെന്ന യുഡിഎഫ് നിർദ്ദേശത്തോട് മുഖം തിരിക്കുകയാണ് അൻവർ. യുഡിഎഫ് സ്ഥാനാർത്ഥിക്ക് ആദ്യം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചാലേ അസോസിയേറ്റ് അംഗം ആകൂ എന്ന നിബന്ധനയും യുഡിഎഫ് നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിർണായക തീരുമാനം പ്രഖ്യാപിക്കാൻ രാവിലെ 9 മണിക്ക് അൻവർ മാധ്യമങ്ങളെ കാണുകയാണ്. CV അനുമോദാണ് ആദ്യം നിലമ്പൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ നിലമ്പൂർ രാഷ്ട്രീയം ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ ഓരോ ദിവസവും ഉറ്റുനോക്കുന്നത് ഇനി എന്താകും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ LDF കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് ഇറക്കിക്കൊണ്ട് കളം നിറയുകയും ചെയ്തു. ഇനി അൻവറിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നത്, ഉണ്ടാകാൻ ബാക്കിയുള്ളത്. അപ്പോൾ എന്തായിരിക്കാം ആ വിഷയത്തിൽ ഒരു തീരുമാനം എന്നാണ് നമുക്ക് UDF ക്യാമ്പിൽ നിന്നും അൻവർ വൃത്തങ്ങളിൽ നിന്നുമൊക്കെ അറിയാൻ കഴിയുന്നത്. അൻവർ UDFുമായി സഹകരിക്കുമോ? UDFിന് ഒരു സമവായ നീക്കത്തിലേക്ക് എത്താൻ സാധിക്കുമോ? എങ്ങനെയാണ് നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ? ഗുഡ് മോർണിംഗ് ആര്യ. നേരത്തെ ആര്യ പറഞ്ഞതുപോലെ നിരവധി ട്വിസ്റ്റുകളാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അൻവറുടെ കാര്യത്തിൽ എന്നും ട്വിസ്റ്റുകളാണെന്ന് പറയാം. രാത്രി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്ന തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നു, രാവിലേക്ക് വീണ്ടും നിലപാട് ഘടിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ എല്ലാം മാന്യമായി പര്യവസാനിക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. വൈകുന്നേരമായപ്പോഴേക്കും ഒരു പ്രതീക്ഷ എനിക്കില്ല എന്ന തരത്തിലേക്ക് അൻവർ മാറുന്നു. അങ്ങനെ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്ത പ്രവചനാതീതമായ സാഹചര്യത്തിലേക്കാണ് നിലമ്പൂരിലെ പല രാഷ്ട്രീയ നീക്കങ്ങളും നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDFുമായി അൻവർ സഹകരിക്കുമെന്നുള്ളതാണ്. UDFിൻ്റെ യോഗത്തിന് ശേഷം ഇന്നലെ അടൂർ പ്രകാശിനെ ഇക്കാര്യങ്ങൾ അൻവറുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു. രാത്രി നിരവധി നേതാക്കൾ അൻവറുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അൻവറിനെ UDFുമായി സഹകരിപ്പിക്കാൻ തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ താല്പര്യം. പക്ഷേ അവിടെ പ്രധാനമായിട്ട് ഉള്ള ഒരു തടസ്സം അൻവർ ഉന്നയിക്കുന്ന ഒരാവശ്യമാണ്. അൻവർ തന്നെ ഘടകകക്ഷിയാക്കിയാൽ മാത്രമേ ഇനി സഹകരിക്കൂ എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഘടകകക്ഷിയാക്കാൻ കഴിയില്ല, അസോസിയേറ്റ് അംഗം മാത്രമേ ഇപ്പോഴാക്കാൻ കഴിയുന്ന നിലപാടാണ് UDFിനുള്ളത്. അതുമാത്രമല്ല, സ്ഥാനാർത്ഥിയായ രാജേന്ദ്രൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞതെല്ലാം പിൻവലിച്ച് പരിപൂർണ പിന്തുണ ആദ്യം പ്രഖ്യാപിക്കുകയും വേണം. എന്നാൽ അത്തരത്തിലൊരു നടപടിക്ക് അൻവർ തയ്യാറേ അല്ല എന്നാണ് അൻവർ സൂചിപ്പിച്ചിട്ടുള്ളത്. ആദ്യം ഘടകകക്ഷിയായിട്ട് തന്നെ പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം ഈ പറയുന്നതെല്ലാം ചെയ്യാം എന്ന തരത്തിലാണ്. എന്നാൽ അത് എത്രമാത്രം ഈ ഒരു ഘട്ടത്തിൽ സാധ്യമാകുമെന്ന് കണ്ടു തന്നെ അറിയണം. അൻവറിൻ്റെ ഈ ആവശ്യങ്ങളോട് UDF ഒറ്റയടിക്ക് ഘടകകക്ഷിയാക്കുക എന്നുള്ള ആവശ്യത്തോട് UDF അനുകൂലമായിട്ടല്ല പ്രതികരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അൻവറിനെ മുന്നണിക്കൊപ്പം കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കൾക്ക് പോലും ഈ ഒരു കാര്യത്തിൽ അത്തരത്തിലൊരു പിടിവാശി സാധ്യമാകുമോ എന്ന സംശയമുണ്ട്. മറിച്ച് അൻവർ ആദ്യം UDF സ്ഥാനാർത്ഥിയെ പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അസോസിയേറ്റ് മെമ്പറാക്കാമെന്നും കുറച്ചു കാലത്തെ പ്രവർത്തനത്തിന് ശേഷം ഘടകകക്ഷിയാക്കി പരിഗണിക്കാമെന്നുമാണ് UDFിൻ്റെ നിലപാടുള്ളത്. ഇത് അൻവറിന് സ്വീകരിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെയാണെങ്കിൽ അൻവർ സ്വതന്ത്ര TMC സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ, അതോ അൻവർ നിർദ്ദേശിക്കുന്ന മറ്റാരെങ്കിലും മത്സരിക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. ഇന്നലെ രാത്രി ഏറെ വൈകിയും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ 9 മണിയോടെ നിലമ്പൂർ ഓതായിലെ വീട്ടിൽ വെച്ച് അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇക്കാര്യത്തിൽ അൻവറിൻ്റെ നിലപാട് TMC സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണോ അതോ UDF സ്ഥാനാർത്ഥി ആരോൺ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുകയാണോ എന്നുള്ളത് ഇന്ന് രാവിലെ 9 മണിയോടെ അൻവർ ഇനി 9 മണിക്ക് ഇന്ന് രാവിലെ കാണുമ്പോൾ അൻവർ എന്ത് പറയും എന്നുള്ളതാണ് ആകാംക്ഷ. അനുമോദം, നമുക്കറിയാം ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം നോക്കിയാൽ UDF ആദ്യം അയയണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അൻവർ ആദ്യം കീഴടങ്ങണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് UDF. അപ്പോൾ ഇത് ഏത് തരത്തിലൊരു സമവായത്തിലേക്ക് നീങ്ങുമെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്തായാലും രഹസ്യ ചർച്ചകളൊക്കെയും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താകും അൻവർ ഇന്ന് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനിടയിലാണല്ലോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ LDF സ്ഥാനാർത്ഥിയായി കളത്തിലേക്ക് ഇറക്കുന്നത്. നിലമ്പൂരുകാരൻ M സ്വരാജ്, കരുത്തുറ്റ യുവ നേതാവ്, അവിടെ മത്സരിക്കാൻ എത്തുമ്പോൾ ഈ സാഹചര്യം ഈ അൻവർ UDF വിഷയത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ? ഈ M സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥി അവിടേക്ക് എത്തുമ്പോൾ UDFിന് ഒരു ആശങ്കയുണ്ടോ, ആത്മവിശ്വാസക്കുറവുണ്ടോ? ആ സാഹചര്യത്തിൽ അൻവറിനെ ഏത് വിധേനയും ഒപ്പം നിർത്താം എന്നുള്ള തരത്തിലുള്ള ആലോചന UDF നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ?
ഇതിൽ ഇന്നലെ രാവിലെ അൻവറുമായിട്ട് വീണ്ടും ഒരു സമവായത്തിൻ്റെ ചർച്ചകൾ തുടങ്ങിയത് തന്നെ നിലമ്പൂരിൽ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാകും ഉണ്ടാവുക എന്ന സൂചനകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. സ്വരാജ് മത്സരിക്കുമ്പോൾ ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്. അതൊന്ന്, സ്വരാജ് ആ നാട്ടുകാരനാണ്, സംസ്ഥാന സെക്രട്ടറി അംഗമാണ്, പാർട്ടിയുടെ ഉന്നത നേതാവാണ്. പാർട്ടി പ്രവർത്തകർക്കും അതുപോലെ തന്നെ നേതാക്കൾക്കുമൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ നിലനിർത്തുവാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണെന്ന കാര്യത്തിൽ ഏകാഭിപ്രായമുള്ള സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ മുൻപിൽ വയ്ക്കാൻ പോകുന്ന പ്രചരണങ്ങളുടെ ഏറ്റവും മികച്ച വക്താവാകാൻ സ്വരാജിനേക്കാൾ യോഗ്യനായ മറ്റാരും ഇന്ന് ഇപ്പോൾ നിലമ്പൂരിലില്ല. ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയുള്ള തെരഞ്ഞെടുപ്പിനേക്കാൾ ഇടതുപക്ഷത്തിൻ്റെ പ്രചരണം അത് ഏറ്റവും ആഴത്തിലും പരപ്പിലും ജനങ്ങളിലേക്ക് എത്തുക സ്വരാജ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ നടത്തുന്ന ആ പ്രചരണത്തിൽ തന്നെയാകും. 2006 ശേഷം നിലമ്പൂരിൽ ആദ്യമായിട്ടാണ് ഒരു സ്വതന്ത്ര ചിഹ്നത്തിലല്ലാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. അതിൻ്റെ ഒരു ആവേശം പാർട്ടി പ്രവർത്തകർക്കെല്ലാം ഉണ്ട്. അത് എല്ലാ മേഖലയിലും പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അൻവർ അതുകൊണ്ട് തന്നെ UDFൻ്റെ ഒപ്പം ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ അൻവർ നേടുന്ന വോട്ടുകൾ, ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ എന്തായാലും ചോരില്ല എന്ന പ്രതീക്ഷ ഇടതുപക്ഷത്തിനുണ്ട്. കേഡർ വോട്ടുകൾ എവിടെയും ചോരാൻ സാധ്യതയില്ല. പക്ഷേ അൻവർ സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിച്ച് കുറേ വോട്ടുകൾ നേടിയാൽ അത് UDFൻ്റെ ക്യാമ്പിൽ, UDFൻ്റെ അക്കൗണ്ടിൽ നിന്നാകും പോവുക. അത് LDFന് ഗുണം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് വിലയിരുത്തലുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വരാജ് വരുമ്പോൾ പാർട്ടി വോട്ടുകൾ ചോരില്ല. പക്ഷേ അവിടെ LDFനും അല്പം ആശങ്ക അല്ലെങ്കിൽ അല്പം ഒരു സംശയമുള്ള ഒരേ ഒരു കാര്യം, ഇത്രയും കാലം ഒരു പാർട്ടിക്കും തുടർച്ചയായി വോട്ട് ചെയ്യാൻ നിഷ്പക്ഷരായ വോട്ടർമാരുടെ ഒരു വലിയ കണക്കുണ്ട്. അതുപോലെ മലയോര മേഖലയിലെ കർഷകരുടെ വലിയ ഒരു വോട്ടിംഗ് ഇതുണ്ട്. അതെല്ലാം തന്നെ നിലമ്പൂരിൽ സ്വരാജ് നിൽക്കുമ്പോൾ അനുകൂലമായി വരുമോ എന്നൊരു ചോദ്യം. ഒന്നാമത്, മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ അത് സർക്കാരിനെതിരെ വലിയ വികാരമാക്കി, വലിയൊരു പ്രചരണായുധമാക്കി UDF ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും നിലമ്പൂരിലല്ല, വണ്ടൂരിലാണ് കരുവാരുകുണ്ടിൽ കടുവയ്ക്ക് വെച്ച കൂട്ടിൽ പുലി കുടുങ്ങിയതുവരെ നിലമ്പൂരിൽ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സർക്കാരിനെതിരെയുള്ള ഇത്തരത്തിലുള്ള വലിയ വികാരം UDF പ്രചരിപ്പിക്കുമ്പോൾ അവിടെ മലയോര മേഖലയിലെ വലിയൊരു വിഭാഗം വോട്ടർമാർ അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് കണ്ടറിയണത്. അവർ പാർട്ടി ചിഹ്നത്തിൽ വോട്ട് കുത്താൻ തയ്യാറാകുമോ, അതോ അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമോ, അൻവറിനെ പിന്തുണയ്ക്കുമോ, അതോ അൻവർ പറയുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി UDFന് വേണ്ടി അവർ വോട്ട് ചെയ്യുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. എന്താണെങ്കിലും ആ ഒരു കാര്യം, മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ അത് നിലമ്പൂരിൽ സ്വരാജ് മത്സരിക്കുന്ന സാഹചര്യത്തിൽ എത്രമാത്രം അനുകൂലമാകും പ്രതികൂലമാകുമെന്നതാണ് കണ്ടറിയേണ്ട ഒരു കാര്യം. അപ്പോൾ നിഷ്പക്ഷരായിട്ടുള്ള കുറേ വോട്ട് അതെവിടേക്ക് മാറുമെന്നത് ഈ മാറുന്ന സാഹചര്യം അൻവറിൻ്റെ നിലപാട് കൂടി അടിസ്ഥാനമാക്കിയിട്ടാകും നമുക്ക് വിലയിരുത്താൻ കഴിയുക. എന്നാണെങ്കിലും പാർട്ടി വോട്ടുകൾ, കുറച്ച് വോട്ടുകൾ LDFൻ്റെ പെട്ടിയിലേക്ക് തന്നെ വീഴുമെന്ന് LDF ഉറപ്പിക്കുമ്പോൾ, സ്വരാജിൻ്റെ കടന്നുവരവോടെ LDFന് അത് ഉറപ്പിക്കാൻ കഴിയുമ്പോൾ, മറുവശത്ത് അൻവറിനെ ഒപ്പം കൂട്ടി അവരുടെ വോട്ടിൽ ഭിന്നിപ്പുണ്ടാകാതിരിക്കാനുള്ള നീക്കമാണ് UDF നടത്തുന്നത്. പക്ഷേ അതിനും അൻവറിൻ്റെ നിലപാട് പൂർണ്ണമായിട്ട് അംഗീകരിക്കുക എന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുവാൻ UDFന് കഴിയുകയും ചെയ്യില്ല, പ്രത്യേകിച്ച് കോൺഗ്രസിന് കഴിയുകയും ചെയ്യില്ല. അതിൻ്റെ കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ LDFകാർ പോലും പറയാത്തത്ര വിജയസാധ്യത കുറഞ്ഞ സ്ഥാനാർത്ഥിയായിട്ട് അൻവർ ഇതിനോടകം ചിത്രീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെയെല്ലാം പ്രചരണം നടത്തിയ, അങ്ങനെയെല്ലാം പ്രതികരിച്ച അൻവർ ആര്യടൻ ഷൗക്കത്തിന് വേണ്ടി പ്രചരണം നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതൊക്കെ ആകാംക്ഷയായിട്ട് നിലനിൽക്കുകയാണ്. അനുമോദം, നമുക്കറിയാം ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള നിലപാട് പറയുന്ന വ്യക്തിയാണ് അൻവർ. തുടക്കത്തിൽ ഈ ചർച്ചകളൊക്കെ ആരംഭിച്ച ഘട്ടത്തിൽ അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും സഞ്ചരിച്ചാൽ മതി, അത് ബസ്സിന്റെ വാതിൽപ്പടിയിൽ നിന്നാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ബസ്സിന്റെ പുറകിലെ ഏണിയിൽ തൂങ്ങിക്കിടന്നാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് എന്നുള്ളത്. പക്ഷേ അൻവറിന്റെ ഈ നീക്കങ്ങൾ കാണുമ്പോൾ അത്തരത്തിലുള്ള എങ്ങനെങ്കിലും സഞ്ചരിച്ചാൽ മതി എന്നുള്ള നിലപാടിലൊന്നുമല്ല അൻവർ എന്നുള്ളത് നമുക്കറിയാം. ഉപാധികളുണ്ട്, കർശനമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതാണ് കൂടുതലായും UDF നേതൃത്വത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യം. അസോസിയേറ്റ് അംഗത്വം എന്നൊന്നും പറഞ്ഞാൽ അത് അൻവർ മുഖവിലേക്കെടുക്കില്ല. മാത്രവുമല്ല, ഈ എങ്ങനെയെങ്കിലും സഞ്ചരിച്ചാൽ മതി എന്നുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കുകയും സ്ഥാനാർത്ഥിയെ വില കുറച്ച് കാണിക്കുകയും ഒന്നും ചെയ്യില്ലല്ലോ. ഈ UDF നേതൃത്വത്തിന് അനുകൂലമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണല്ലോ ശ്രമിക്കേണ്ടത് സ്വാഭാവികമായും. അപ്പോൾ അൻവർ അങ്ങനെ ചെയ്യാത്ത സാഹചര്യത്തിൽ അൻവറിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി
UDF-ഉമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ഉറപ്പായും അൻവർ മത്സര രംഗത്ത് ഇറങ്ങും എന്നത് ഉറപ്പിക്കാനാകുമോ ഈ ഘട്ടത്തിൽ? ആര്യ ചോദിച്ചത് ഏതൊരു സാധാരണക്കാരനും ഉണ്ടാകുന്ന സംശയം തന്നെയാണ്. കാരണം എങ്ങനെയും UDF-ന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ ഓരോ ദിവസം ഓരോ തരം ഡിമാൻഡുകൾ വെക്കുകയും ഓരോ തരം സമ്മർദ്ദങ്ങൾ ഉയർത്തുകയും ചെയ്യുമ്പോൾ എന്താണ് അൻവറിൻ്റെ ലക്ഷ്യമെന്ന് ആർക്കും സംശയം തോന്നാം. പ്രധാനമായിട്ടും അൻവറിനെ നമുക്കറിയാം, രാഷ്ട്രീയമായിട്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അൻവറിനെ സംബന്ധിച്ച് UDF അല്ലാതെ ഇന്ന് കേരളത്തിൽ മറ്റൊരു വഴി മുൻപിൽ ശേഷിക്കുന്നില്ല. LDF-ൽ നിന്ന് പിണറായി വിജയനെ അത്രയും വിമർശിച്ച് അതിരൂക്ഷ വിമർശനം നടത്തി ഇടതുപക്ഷ സർക്കാരിനെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് UDF-ന് പോലും ഈ വഴിമരുന്ന് എടുത്തു കൊടുത്ത അൻവറിനെ ഇനിയൊരിക്കലും LDF കൂടെ കൂട്ടില്ല എന്ന് ഉറപ്പാണ്. പിന്നെ ശേഷിക്കുന്നത് NDAയുടെ TMCയുടെ ഭാഗമായി നിൽക്കുമ്പോൾ NDAയുടെ ഭാഗത്തേക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. MDAക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനും കഴിയില്ല. TMCയുടെ ഒരു പ്രധാന ഘടകകക്ഷി നേതാവിനെ NDAയുടെ ഭാഗം. അപ്പോൾ അത് NDA അടഞ്ഞ അധ്യായമാണ്. ശേഷിക്കുന്നത് UDF തന്നെയാണ്. അപ്പോൾ UDF-ലേക്ക് എത്തണമെങ്കിൽ അൻവർ ചില വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന് UDF നേതൃത്വം പറയുമ്പോൾ നിലമ്പൂരിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൻവറിനെ അറിയാം, അൻവറിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്, അൻവറിൻ്റെ എത്ര വോട്ടുകൾ അൻവറിൻ്റെ കൈവശമുണ്ടെന്നും അത് ഏതൊക്കെ തരത്തിൽ ഏത് മുന്നണിക്ക് ഉപകാരപ്പെടുമെന്ന് അൻവറിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അൻവർ സമ്മർദ്ദത്തിലാക്കുകയാണ് UDF-നെ. അതായത് അൻവർ നേടുന്ന വോട്ടുകൾ UDF-ന്റെ ക്യാമ്പിൽ തന്നെയായിരിക്കും വിള്ളൽ വീഴ്ത്തുക, UDF-ന്റെ വോട്ട് കണക്കിൽ തന്നെയാവും കുറയുക എന്ന കൃത്യമായ സന്ദേശം അൻവർ നൽകിയിട്ടുണ്ട്. നമുക്ക് കാലങ്ങളായിട്ട് അൻവർ വിജയിച്ചു വന്നതിൻ്റെ ഒരു കണക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി കൂടി പരിശോധിച്ചാൽ മനസ്സിലാകും. പാർട്ടി വോട്ടുകൾക്ക് പുറമെ അൻവർ UDF-ൽ നിന്ന് സമാഹരിക്കുന്ന വോട്ടുകളാണ് അൻവറിനെ വിജയിപ്പിക്കാൻ ഒരു വലിയ ഘടകമായിട്ടുള്ളത്. അതിനു പുറമെ സാമുദായിക സംഘടനകളുടെയും മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ പിന്തുണ അൻവറിന് രഹസ്യമായിട്ടുണ്ട്. അതൊക്കെ തന്നെ അൻവറിൻ്റെ കരുത്താണ് നിലമ്പൂരിൽ. അങ്ങനെ അൻവറിന് സ്വന്തമായിട്ട് ഇത്ര വോട്ട്, ഒരു 15,000-ൽ കുറയാത്ത വോട്ട് എങ്ങനെയും നേടുമെന്ന് അൻവർ പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ 2700 എന്ന ചെറിയ ഭൂരിപക്ഷം മുന്നിൽ വെച്ച് UDF-നെ ഒരിക്കലും അൻവറിനെ തള്ളിക്കളയാനാകില്ല. അതാണ് അൻവർ ഈ ഘട്ടത്തിൽ തൻ്റെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇത് ഇല്ലെങ്കിൽ എന്ത് എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരമായിട്ട് നമുക്ക് പറയാൻ കഴിയുക, അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ച് അവിടെ കരുത്ത് തെളിയിച്ച് പിന്നീട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാകും. പക്ഷേ അതൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്രമാത്രം പ്രായോഗികമാകുമെന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. രാഷ്ട്രീയ അനാഥത്വം അൻവറിന് ഉണ്ടാകില്ല എന്ന് UDF നേതാക്കളൊക്കെ ആവർത്തിച്ച് പറയുമ്പോഴും അത്തരത്തിലൊരു സാഹചര്യത്തിൽ അൻവർ സ്വയം പോകുമോ എന്നുള്ളതാണ് കണ്ടു തന്നെ അറിയേണ്ടത്. തീർച്ചയായും CV അനുമോദാണ് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഇന്ന് 9 മണിക്ക് അറിയാം ഈ ദിവസങ്ങളായി നീണ്ടുനിന്ന വിവാദങ്ങൾക്കൊടുവിൽ എന്താണ് ക്ലൈമാക്സിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളത്. ഇന്ന് 9 മണിക്ക് അറിയാം രാവിലെ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അൻവറിന്റെ നിലപാടിനായി നമ്മൾ രാഷ്ട്രീയ കേരളം കാതോർക്കുകയാണ്.